ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതും കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ദേ സവാള ഇതുപോലെ കനം കുറച്ചെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാം. വെള്ളത്തിൽ തന്നെ ഇടണം, അതല്ലെങ്കിൽ ഉരുളൻകിഴങ്ങിൻ്റെ കളറ് ചേഞ്ച് ആക്കുവേ. ഇവിടെ ഒരു ബൗളിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ചീകിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നല്ലോണം അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം എടുക്കാനേ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ചിട്ട്, ഒരു നുള്ള് കായപ്പൊടി. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം സ്വല്പം ഞാൻ ചേർത്തുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളിയിലും ഈ ഉരുളൻകിഴങ്ങിലെയൊക്കെ വെള്ളം വരും. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർക്കാം. ഇത് ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പകുതി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളം ചേർക്കുന്നില്ലേ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കടലമാവ് ചേർക്കാം. ഇനി വെള്ളം സ്വല്പം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഇത് കുഴച്ച് നോക്കാം. ഇത് ഒട്ടും ലൂസ് ആകരുത്. ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പം ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടില്ല, 3/4 കപ്പ് കടലമാവ് ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്ന് ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ. ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പക്കോട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.